തിരുവില്ല മലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കൂടമിന്നുടയ്ക്കും ഞാൻ തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നുയമ്പെന്നു മുടക്കും ഞാൻ. പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. പ്രണയ കലഹമോ പരിഭവമോ പ്രിയ സഖിനി അഭിനയിക്കും പ്രേമ നാടകമോ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. അകന്നു നിന്നാൽ പച്ചിലകാവ് അടുത്തു വന്ന തങ്ക നിലാവേ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. വേണ്ടാതിനെ കൊല്ലുന്നില്ല ഞാൻ. അവിടെ നിൽക്കാൻ താൻ പാടുന്നു പറഞ്ഞിട്ടെന്താ പാടഞ്ഞ്? പേടിച്ചിട്ടൊന്നല്ല. പേടിയോ? ആരെ? അതല്ല, വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ, നമ്മൾ അതിനിടയ്ക്ക്. അത് ശരിയാ. ഈ ജൂനിയർ റിഹേഴ്സൽസ് ഒന്നും വരാൻ പോണില്ല. വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും. താൻ നോക്കിക്കോ. മൂപ്പരാണോ? വലത് ഒരു കുമ്മായത്തിൽ വീണ പോലെയുണ്ട്. ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും? ഞാനാണ് വൈസ് പ്രസിഡന്റ്. ഓ, ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ. ഞാൻ സന്തോഷ്. ഓ, ഇത് രാജപ്പൻ, മെമ്പറാ, പാടും. ഹലോ. ഹലോ. കണ്ണാടി കൂടി വെള്ളം അടിക്കായിരുന്നു. യാത്ര ആകെ പ്രശ്നമെന്ന് തോന്നുന്നു. ട്രെയിനിൽ AC, തണുപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു കേട്ടില്ലേ, അതതിന്റെ ഒരു ചുക്കൊള്ള. തത്തമംഗലത്തല്ലേ സ്ഥലം? അവിടുന്ന് ട്രെയിനോ? അത് ഈ തത്തമംഗലത്തുനിന്ന് കാറില് പാലക്കാട് വന്നു. പാലക്കാട് ട്രെയിൻ പിടിച്ചു. കാർ യാത്ര. ഓ, ഈ പൊടി അടിച്ച അപ്പ തുടങ്ങും തുമ്മലും മൂക്കടപ്പും. ഹലോ, ഇവിടെ വന്നിറങ്ങിയപ്പോ സ്റ്റേഷനിലാരെങ്കിലും കാറുമായിട്ട് കാത്തിക്കുന്ന കരുതിയെ. യാവട്ടെ, ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും പാടാൻ ഞാൻ പോവാത്തെ. കാര്യം പറയണ കാശ് കിട്ടും, പക്ഷേ ഇറസ്പോൺസിബിളാ. ചേട്ടോ, എന്റെ കാശിതാ, എനിക്ക് പോണം. നമുക്ക് ഈ ഓട്ടോയിൽ തന്നെ മേനോസന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഹോട്ടലൊന്നുമില്ലേ? നല്ല ഹോട്ടലൊന്നും ഇല്ല. ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. സൗകര്യം ഉണ്ടോന്നോ? വാഴപ്പള്ളി മേനോന്മാര് ഇവിടുത്തെ വലിയ തറവാട്ടുകാരാ. ഓഹോ. നീ എന്റെ സൈക്കിളിന്റെ കാറ്റടിച്ച് കളയും അല്ലടേ? നീ ലോക്കലുണ്ടോ അല്ലേ? എന്റെ അടുത്തേക്ക് വന്ന എന്ത് തെമ്മാരതായി കാണുന്നേ? പെൺകുട്ടികളെ ഇടപെടലിട്ടോ. അതിനെ താൻ കാര്യമായി തോന്നിയാസം പറയരുത്. ഞാൻ കണ്ടോ? താൻ എന്തു പറയണ്ടേ? നീ ഉരുളൊന്നും വേണ്ട, ഞാൻ കണ്ടു. നന്നായി. താൻ പറയന്ന് കാലത്ത് തന്നെ ഇറങ്ങും കാലങ്ങട കൊണ്ട് കാലൻ. കരയണ്ട മോളെ, ഞാൻ വന്നത് കുട്ടിയുടെ ഭാഗ്യം. മാനം പോയില്ലല്ലോ. ചെത്തുന്നേരത്ത് ഞാൻ ആർക്കും കൊടുക്കാറില്ല. പിന്നെ രാമകരാട്ടനായതുകൊണ്ടാ. മോനെ മോനെ ഒരു തുള്ളി കൂടി മതി. ഷാപ്പിൽ അളവ് പറഞ്ഞാൽ ശരിയാവില്ല. എന്താണ് ഷാപ്പിൽ ചെന്നിട്ട് നിന്റെ ഒരു കുപ്പിന് എനിക്ക് മേടിച്ചു? അത് നമുക്ക് ആലോചിക്കാം. നീ ഒന്നോട്ട് പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. എങ്കിലും നീ ചെയ്തിട്ട് അധികണം. എടാ പോഴ,
നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ അവളെ നിന്റെ കയ്യിലേക്ക് അങ്ങനെ ഏൽപ്പിക്കുന്നത്. അല്ല ദിവാകരൻ കെട്ടാൻ പോവാന്നൊക്കെ പറഞ്ഞോണ്ട്. ഏത് ദിവാകരൻ? കാര്യം എന്റെ അനന്തരവനാണെങ്കിലും ഒരു ഗതി പരഗതി ഇല്ലാതെ കണ്ട് കണ്ണേ കണ്ട റെയിലും ആ വിളക്ക് കാണിക്കാൻ നടക്കുന്ന ആ ചൂത്ത ഗാംഗുവേന് ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുക്കോ? അതിന് ദാമോദരൻ അത്രയും കെട്ടിയിരിക്കണം. പോകാൻ പറയണ അവനോട്. മോനോ ഒറ്റ ചവിട്ട തന്റെ എല്ലി ഓടിച്ചേനെ. പിന്നെ ഞാൻ തന്നെ ചുമക്കണമല്ല പണ്ടാര ചവം. അതുകൊണ്ടാ താനൊക്കെ രണ്ടു കാലം എണീറ്റ് നടക്കണേ. എന്നാ നിങ്ങൾ സംസാരിക്കേ, അതേ പറയുന്നു. കത്തി കൂട്ടിലതാ, അത് തെങ്ങി എത്താനുള്ളതാ, ഐശ്വര്യമുള്ളതാ. നിനക്കെന്റെ പെണ്ണിനെ വേണം ആ പന്നി. മേലാലെന്റെ പെണ്ണ് പോണ വഴിയുടെ 7 അയലത്തിൽ നീ വന്ന മൂക്കേനരിയും നായിന്റെ മോനെ. ഇല്ല ദിവാര, ഈ കത്തി. പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ കുണഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ. ഇല്ല, നിർത്തി. തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടിയെന്നറിഞ്ഞ അരിഞ്ഞു കളഞ്ഞ പന്നി. നീ ആണാണെങ്കിൽ ഇതിന് ബദല് ചെയ്. ഇക്കൊല്ലം ഇവിടെ വിപ്ലവം സൃഷ്ടിക്കും പരമേശ്വരനെ കണ്ടോളൂ. അതെ അതെ. എന്താ പത്നി? ഞാൻ വിചാരിച്ചു ചന്ദ്രേട്ടനായിരിക്കുമെന്ന്. ഓ, ചന്ദ്രനായുടെ വരവ് കണ്ണിൽ അങ്ങൊഴിച്ച് കാത്തിരിക്കല്ലേ. ഞങ്ങൾ ലീലാവതി തമ്പുരാട്ടി ഒന്ന് കാണാൻ വന്നതാ. തമ്പുരാട്ടി ഉണ്ടാവോ? ഞാനിപ്പോ അവിടുന്ന് വരണേ. ആ, എന്നാ വരാ വരാ വരാ. ശരി ശരി. പത്മിനെ ഞാൻ വെറുതെ മോഹിപ്പിച്ചു. ആ, പിന്നെ പത്മിനി എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ. ആ ഉവ്വ്, മേനോൻചേട്ടൻ ഇത്തവണ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് അന്ന് പറഞ്ഞല്ലോ. അതല്ലാന്നേ, ഈ കുട്ടിക്ക് ലോകത്തൊന്നുമില്ല ജപിക്കണേ. പരിപാടികൾ അടിമുടി മാറുക, പരിപാടിയിൽ യുക്തമായ ഭേദഗതികൾ വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് നോട്ടീസിൽ അടിച്ചതേ അതിനല്ല. കോഴിപ്പറമ്പൻ തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവനോട് കളി ഓട്ടം തുള്ളൽ, 3 ആനപ്പുറത്ത് ശ്രീവേലി, അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം. എന്താ ഞെട്ടിയോ? 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 ഞെട്ടണ്ട, വരുന്നേള്ളൂ. പ്രതിഭ ആർട്സ് ക്ലബിന്റെ നാടകം കൂടാതെ ബാലെ. അപ്പൊ ഗാനമേള വേണ്ടാന്ന് വെച്ചോ? വേണ്ടാന്ന് വെക്കേ. അതിന് മാധവന്റെ അച്ഛൻ ഗോവിന്ദമേനൻ അല്ലായിരിക്കണം. ഫുൾ ടൈം ഓർക്കസ്ട്ര. നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാന്നാ വിചാരിച്ച്? ആരാ? ജൂനിയർ യേശുദാസ്. ഞെട്ടി, ഇപ്പൊ ശരിക്കും ഞെട്ടി. എന്നാ പിന്നെ എന്തിനാ ജൂനിയർ? യേശുദാസിനെ കൊണ്ടുവന്ന് പോരെ? ഈ പറയുന്നത് മനസ്സിൽ വെച്ചാ മതി. സാക്ഷാൽ യേശുദാസിനൊക്കെ ക്യാമന. യേശുദാസൻ ഞെട്ടിയിരിക്കുന്ന സിനിമാരംഗത്തെ റൂമർ. എന്റെ കുരുത്താണോ അതോ കാരണവന്മാര് ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാൻ സമ്മതിച്ചിരിക്കുക. മൂപ്പര് വരുമ്പോ ഈ തട്ടാന്റെയും കിട്ടാന്റെയും മോളൊന്നും പാടിയ ശരിയാവില്ല. അതിന് പറ്റിയൊരു പാട്ടുകാരി വേണം. നമ്മുടെ കോലോത്തെ ലീലാവതി തമ്പുരാട്ട മോളില്ലേ, അതാ അസലായിട്ട് പാടുന്നു കേട്ടു. പിന്നെ ആ കുട്ടി 8-10 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചതല്ലേ? ശാസ്ത്രീയം വേണം, ശാസ്ത്രീയം വേണം. എന്നാലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. തമ്പുരാട്ടി ഒന്ന് സമ്മതിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്റെ കൃഷ്ണ. ഞാനിപ്പോ എന്താ പറയാ, ഒരു കച്ചേരിക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിക്കായിരുന്നു. ഇത് ഈ ഗാനമേള എന്നൊക്കെ പറഞ്ഞ ഒരുട്ട് ആഭാസല്ലേ? ഇവിടുന്ന് വേറൊന്നും ധരിക്കണ്ട. ഭഗവാനുള്ളൊരു നേർച്ചയായിട്ട് അങ്ങടാ കരുതുക. എന്താ പരമേശ്വരേ? അതെ അതെ. ഈ വരുന്ന മൂപ്പരുണ്ടല്ലോ, ഈ ജൂനിയർ, അത്ര മോശക്കാരനൊന്നും അല്ലാന്നാ പറയണത്. ശാസ്ത്രീയം പഠിച്ചിട്ടുണ്ടത്രേ. എന്നാലും ക്രിസ്ത്യാനിയല്ലേ? ഏയ്, ഇത് ജൂനിയർ യേശുദാസ് ശശികുമാറാണ്. നല്ല ഒന്നാന്തരം നായ മേനോ പട്ട അല്ലേ പരമേശ്വരേ? എന്തായാലും നായരിട്ടായില്ല, അത് ഉറപ്പാ. ദയവായി നോ എന്ന് പറയരുത്. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. എന്നെ ഒന്ന് രക്ഷിക്കണം. ഏതായാലും ഞാൻ കുട്ടിയോടും ചോദിക്കട്ടെ. ഓ, ഇങ്ങോട്ട് മാറൂ. മേനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനത്തെ അടമ കണ്ട് എടുക്കുക, കാലിലങ്ങണ്ട് വീഴുക. ഓ, അത്രയ്ക്ക് വേണോ? ആ, ഒന്നുമില്ലെങ്കിൽ തമ്പുരാട്ടയുടെ കാലല്ലേ. എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ലേ തമ്പുരാനെ? അതെ. ഓ, മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറന്നു എന്റെ
ഇല്ല, അറിയാതെ ഇനി പാടില്ല. പാടിക്കോ, അറിഞ്ഞൊക്കെ പാടിക്കോ. പക്ഷെ രാധയെ കാണുമ്പോഴുള്ള പാട്ട് അത് വേണ്ട. അത് ആരോഗ്യത്തിന് ഹാനികരാ. മനസ്സിലായോ? യെസ്, ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതെ. ഇപ്പോ പാട്ട് നിർത്തണ്ട. പോയിക്കോ. പാടിത്തുടങ്ങാൻ പദങ്ങളില്ല, ആടിത്തുടങ്ങാൻ ചുവടുകളില്ല. രാജി, മുഴക്കോല്. ചിലർക്ക് ഗന്ധർവന്റെ ജന്മം കിട്ടിയിരിക്കുന്നത്. ആർക്കാ രാജി? എന്റെ കെട്ടിയോനും. ഈ രാജി അതിന് ഇത്ര പവറൊന്നും കാണിക്കണ്ട. ഞാൻ കുട്ടിയോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? വയറ്റിപ്പഴപ്പിന് വേണ്ടിയാ മരപ്പണിക്ക് വരുന്നത്. പാട്ടിൽ ഇത്തിരി കമ്പൗണ്ടായി പോയിന്നല്ലാതെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കണേ? പ്ലീസ്, ജീവിച്ചു പോയിക്കോട്ടെ. വിളിക്കട്ടെ രാജി? മുഴക്കോ? വേണ്ട, ഇനി അങ്ങനെ വിളിക്കണ്ട. പാവല്ലേ. എന്താ പത്മിനി, കണ്ടിട്ടൊന്ന് ചിരിക്കെങ്കിലും ചെയ്തൂടെ? ചെന്നിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ. പത്മിനിക്ക് തടി ഇത്തിരി കൂടുണ്ട് എന്ന് ചാപ്പയ്ക്കൊന്നുമില്ല കേട്ടോ. ചന്ദ്രനായുടെ വിവരമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓ, കത്തും ഡ്രാഫ്റ്റൊക്കെ മുടങ്ങാതുണ്ട്. ഈ മാസം വരേണ്ടതാ. അറബിക്ക് ചന്ദ്രന് ജീവനാ. വിടുന്നില്ല അത്രേ. വന്നാ പിന്നെ തിരിച്ചു പോവില്ല. അവസാനിപ്പിച്ച് പോരുക. ആ, അത് നന്നായി. എത്ര കാലാ പത്മിനി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? കോലൊത്ത വീട് കിട്ടിയോണ്ട് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും അതല്ലോ ജീവിതം. കൊല്ലം 5-8 ആവശ്യത്തിലുള്ള വകയുണ്ടാക്കിയില്ലേ? ഇനി നാട്ടിൽ നിന്ന് കുടുംബജീവിതം നയിക്കാം. എന്തേ ഇപ്പല്ലാണ്ടിന് വയസ്സായിട്ടാ? പോവാൻ പപ്പച്ചേ. പെടക്കലടി പെണ്ണേ, എനിക്കൊരു പേരുണ്ട്. കുറുമ്പത്തിൽ കൂടുണ്ട പെണ്ണിന് ഇപ്പൊ പഠിക്കണ്ടോ? ഇല്ല, SSLC കഴിഞ്ഞു നിൽക്കുക. തോറ്റോടി. ജയിച്ചു. ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അവൾക്ക്. എന്നിട്ടെന്താ തുടർന്ന് പഠിപ്പിക്കാൻ? പത്മിനി, നീ ചെയ്യണൊരു പുണ്യകർമ്മ. പഠിച്ച് നന്നായി നല്ലൊരു വഴിയാവണമെങ്കിൽ ആവട്ടെ. അതിന്റെ പുണ്യം നിനക്ക് കിട്ടും. പഠിപ്പിക്കണം. എന്താടി, പഠിക്കാനൊക്കെ ഇഷ്ടല്ലേ? അവൾക്ക് ഇഷ്ടാ. പക്ഷെ ദിവാരം പറയണത് ഇനി പഠിപ്പിക്കണ്ടെന്നാ. ഓ, അവനെ പോലൊരു കഴുത. ഇതാണ് പണ്ടുള്ളവര് പറയണ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കില്ലാന്ന്. അട്ടയ്ക്ക് പൊട്ടക്കോളം തന്നെ പത്യം. പപ്പച്ചി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പോണു. ചോറ് എല്ലും കട കുത്തി തുടങ്ങി. നിക്കടി, ഞാനും വരുന്നു. പോട്ടെ, ചെന്നിട്ട് വേണം. ഓ, പറയാനുള്ള കാര്യം പറഞ്ഞല്ലോ. ഇതാണ് വേണ്ടപ്പെട്ടവരെ കണ്ടാ പറയാനുള്ള കാര്യങ്ങൾ മറന്നുപോകും. പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കലോ. എന്താ? ഈ പത്നി ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണേ? ദാ കണ്ടില്ലേ, ഇക്കൊല്ലം കമ്മിറ്റി പ്രസിഡന്റ് ഞാനാ. വേണ്ടപ്പെട്ടവർക്ക് നിർബന്ധിച്ചപ്പോ ഭാനുമതി സംഭാവന എന്താണെന്ന് വെച്ചാൽ തന്നോളമെങ്കിൽ സംസാരിക്കേ. നിനക്ക് പറയട്ടെ. ഭാനുമതി പോയി തൊഴുതിട്ട് വരൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പെണ്ണിന്റെ കണ്ട നമ്മുടെ പയ്യന് പിന്നെ അമ്പലവും വേണ്ട, ഉത്സവവും വേണ്ട. എന്താ എല്ലാവരും ചിരിക്കണേ? പിരിവ് മോശം. അതിന് ചിരിക്കാ ചെയ്യ. ഈ ക്ലബ്ബുകാരുടെ നാടകവും ഗാനമേളയും നാട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നാട്ടുകാർക്ക് ബാലേ വേണം. കഴിഞ്ഞ തവണ തങ്കപ്പൻ നടത്തിയ ഈ തങ്കപ്പനാരുടെ പേര് മാത്രം പറയരുത്. നാടകവും ഗാനമേളയും ആളുകൾക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ നല്ല ട്രൂപ്പാണെന്ന് മാത്രം. നമ്മുടെ ക്ലബ്ബുകാര് പിള്ളേര്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നമ്മളല്ലാതെ ആരാ ചാൻസ് കൊടുക്കുക? നമ്മുടെ നാട്ടിലും കല വളരട്ടെ. ഈ കല വളർത്തുന്നവർ ആരൊക്കെയാ? ചായക്കടക്കാരൻ ശങ്കരൻ നായരുടെ തല്ലിപ്പൊളിയായിട്ട് നടക്കുന്ന ചെക്കൻ, ചത്തുപോയ രാമൻകുട്ടിമാരായുടെ ഇളയ മോൻ, തട്ടാൻ കോവുന്നന്റെ മോള്, പിന്നെ നമ്മുടെ ചെത്തുകാരൻ രാജപ്പൻ. ഈ ചെത്തുകാരൻ രാജപ്പനൊക്കെ പാടിയാ എത്രത്തോളം പാടും. എന്തായിട്ട് തിരിച്ചു പോരണേ? ഒന്നുമില്ല. നിന്നെ കരവലയത്തിൽ ഒതുക്കുവാൻ ഒന്ന് ചുംബിക്കൂ. എന്താടി എന്നെ കണ്ട അയക്കെന്തോ സൂക്കേടാ. അപ്പൊ തുടങ്ങും ഒരു ചരഞ്ഞ പാട്ട്. വിശ്വാസം. പത്മിനേച്ചി, പത്മിനേച്ചി, പത്മിനേച്ചി. പപ്പേച്ചി ഇവിടെ ഇല്ല. ഫോൺ ചെയ്യാൻ പോയിരിക്കാ ചന്ദ്രേട്ടന്. എന്തേ? അല്ല, നാളെ ഞാൻ ഉണ്ടാവില്ല. ഒരു ഗാനമേള ഉണ്ട് തൃശ്ശൂര്. അപ്പൊ ഞാൻ വരണ്ടേ? എന്നിട്ട് വേണം അയാൾ എന്നെ കൊല്ലാൻ. ആര്? രാവിലെ വന്നില്ലേ ഒരു ഉദ്ദണ്ടൻ. അയാളെ രാധെ കെട്ടാൻ പോണതല്ലേ? എന്നാര് പറഞ്ഞു? എന്റെ അമ്മായിയുടെ മോനാ. അയാളുടെ ഭാഗ്യം. അല്ലെങ്കിൽ രാധയെ പോലൊരു കുട്ടിയെ. എന്റെ ഭാഗ്യക്കേട്. മോഹിക്കണതൊന്നും കിട്ടില്ല എനിക്ക്. രാധയ്ക്ക് അയാൾ ഇഷ്ടമല്ലേ? ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ?
പിന്നെ രാധയ്ക്കാരെ ഇഷ്ടം? പറഞ്ഞാലേ മനസ്സിലാവുള്ളെങ്കിൽ മനസ്സിലാക്കണ്ട. എനിക്ക് യോഗമില്ലെന്ന് സമാധാനിച്ചോളാം. ഏയ് രാധേ, വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്താ ശശി? ഞാൻ ആരെയും കണ്ടില്ല ഇവിടെ. നാളെ ഞാൻ ഉണ്ടാവില്ല, ഒരു ഗാനമേള ഉണ്ട്. അതിൽ രാധയെ വിളിക്കണ്ടോ? ഇല്ല, ഇപ്പൊ വിളിക്കുന്നില്ല, പിന്നൊരിക്കൽ. ചന്ദ്രൻ നായർ തന്നതാ. വേറെയും ചില സാധനങ്ങളുണ്ട്. ചന്ദ്രേട്ടൻ വന്നോ? കുട്ടി അറിഞ്ഞില്ലേ? വന്നു. 1 മണിക്കൂറായി. എല്ലാം കൂടി കൊണ്ടുവന്ന ലഗേജ് ഒരുപാടാകുമല്ലോ എന്ന് കരുതിയാ. ഇത് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവരും. മോനച്ഛൻ വേറെ വാങ്ങിത്തരാം. ഇവൻ ആള് മഹാകുസുതിയാ. ഓ, ഇപ്പൊ ചിരിക്കണം. 5 കൊല്ലായിട്ട് മോൻ വെളുത്താണോ കറുത്താണോന്ന് പോലും തിരിഞ്ഞു നോക്കാത്ത ആള്. ഓ, എന്റെ മോൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ലടവിട്ടാ മോൻ ചേച്ചിയുടെ കൂടെ പോയി കളിച്ചോട്ടോ. നീ എനിക്ക് എല്ലാ കൊല്ലം ഫോട്ടോ അയച്ചു തരാറുണ്ടല്ലോ. മോൻ മാത്രമല്ലല്ലോ, ഒരു ഭാര്യ ഇവിടെ ജീവിച്ചിരിക്കണ്ടല്ലോ. അപ്പൊ ഞാനവിടെ സുഖിച്ച് കഴിയാന്നാ നിന്റെ വിചാരം? ചന്ദ്രേട്ടാ, ഞാൻ പേടി പേടിക്കായിരുന്നു. ഇത് നമ്മുടെ രാധയല്ലേ? നൂല് പോലെ ഇരുന്ന പെണ്ണ് കയറി അങ്ങ് വളർന്നു പോയല്ലോ. ചന്ദ്രേട്ട ഇപ്പൊ ഒരു കിളവനായി. പോയി അവിടുന്ന്. കണക്കിന് ദിവാകരൻ ഇവിടുന്ന് മാറണ്ടാവില്ല. നീ ആ സാധനങ്ങളൊക്കെ അകത്തുകൊണ്ട് വെച്ചേ. ഞാൻ ആരുടെ സ്വർഗത്തിലെ കട്ടൂർ പാവനില്ലപ്പാ. എങ്ങനെയുണ്ട് ഇവളിപ്പോ? അല്ല, ഈ പ്രായത്തിന് പെശകാണേ. അവള് പാവ. ഇഷ്ടമായി? അയ്യേ, ഇതെന്താ പെരട്ടി വെച്ചിരിക്കുന്നേ? കഴുത. വേണ്ട, 1 മാസത്തേക്കുള്ളതുണ്ട്. അപ്പൊ അപ്പേച്ചോട് ചോദിച്ച് പഠിക്കേ. നോക്കി, വളരെ കോസ്റ്റ്ലിയാ. ഇനിയുണ്ട് ചിലതൊക്കെ എന്റെ പെട്ടിയില്, ഞാൻ തരാം. എങ്ങനെയുണ്ട്? നല്ല സ്മെല്ല. എന്തൊരു മുഖത്ത് കാട്ടി വെച്ചിരിക്കണേ. ഞാനും അത് പറയായിരുന്നു. നേരെ എത്രയെന്ന് വെച്ചാ കിടക്കണ്ടേ? അപ്പൊ ഇന്ന് മുതൽ പപ്പേച്ചിയുടെ മുറിന്ന് ഇവൾ ഔട്ട്. ചില ഒച്ചയും ബഹളമൊക്കെ കേക്കേ, മൈൻഡ് ചെയ്യണ്ട. ഈ ചന്ദ്രേട്ട എന്താണ്, മുറ്റടിയാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് ഗാനമേള എങ്ങനെ ഉണ്ടായിരുന്നു? ഗാനമേള വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പത്മിനേച്ചിയുടെ ഭർത്താവ് വന്നിട്ടുണ്ടല്ലേ? എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. ആളത്ര ശരിപ്പുള്ളി അല്ലല്ലേ? ആര് പറഞ്ഞു? ഇതൊക്കെ ആരെങ്കിലും പറയണോ? ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം. ഏതായാലും ഒന്ന് സൂക്ഷിച്ചോളൂ. അയ്യോ, ചന്ദ്രേട്ടൻ നല്ല ആളാ, എന്നെ വലിയ ഇഷ്ടാ. ഇഷ്ടമൊക്കെ ശരി, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടായില്ല. അതുകൊണ്ട് കുട്ടി മാത്രം ഇഷ്ടപ്പെടുന്നു വേണ്ട. ആരാ രാധേ? ഇവിടെ പണിക്ക് വന്ന് ആശാരിയാണ്. ഈ ആശാരിമാർക്കൊക്കെ ഇപ്പൊ യൂണിഫോം ഉണ്ടോ? ഞാനൊരു ഗാനമേള കഴിഞ്ഞ് വരണ വഴിയാ. നേരം വൈകണ്ടെന്ന് വെച്ച് നേരെ ഇങ്ങോട്ട് പോന്നു. ജൂനിയർ യേശുദാസാ. ഓ, അതാണല്ലേ ഈ വൈറ്റ് ആൻഡ് വൈറ്റ്. ജൂനിയർ യേശുദാസ് ചെല്ല്. ഈ വീട്ടിൽ പണിക്ക് വരുന്ന ആശാരിമാരോടൊന്നും ഇത്ര ചിരിയും കളിയൊന്നും വേണ്ട.